മെക്കാനിക്കൽ ഫീൽഡ് ഓസ്ട്രേലിയയിൽ സാധ്യത ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഞാൻ ബേസിക്കലി മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് മെക്കാനിക്കൽ ഫീൽഡുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിനെ നമ്മൾ മെക്കാനിക് എന്നാണ് പൊതുവിൽ നമ്മൾ പറയാറ്. കാരണം ഇവിടെ നമ്മൾ മെക്കാനിക് വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് പോകാമെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഈ രണ്ട് ഫീൽഡിനും ഓസ്ട്രേലിയയിൽ നല്ലൊരു സാധ്യത അവിടെ ഉണ്ട്. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈനിങ്ങിലോ ഈവൻ പ്രൊഡക്ഷനിലോ ഈ CNC ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് സ്കിൽ മൈഗ്രേഷൻ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള വർക്ക്ഷോപ്പ്, അതായത് കാറിൻ്റെ മെക്കാനിക്ക്, അതുപോലെ തന്നെ ട്രക്കിൻ്റെ മെക്കാനിക്ക്, ഇങ്ങനെയുള്ള മെക്കാനിക്കിന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. എഞ്ചിനീയറിങ്ങിലുണ്ട്, അതുപോലെ തന്നെ പോളിടെക്നിക്കിലും ഉണ്ട്, IT ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പാസ്സായിട്ട് ഒരു 3 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാൾ നല്ല രീതിയിൽ IELTS ഒക്കെ പാസ്സായിട്ട് അവർ അപ്ലൈ ചെയ്താലും എന്ത് ചെയ്യും, അവർക്കും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്ത് അവിടെ ചെല്ലുകയും അവിടെ ഇഷ്ടംപോലെ വേക്കൻസി ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു അതായത് ട്രക്ക് മെയിൻ്റനൻസ് ചെയ്യുന്ന അതിൻ്റെ വർക്ക് അറിയാവുന്ന ആൾ ആവശ്യമുണ്ട്. അവിടെ അദ്ദേഹം നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ അത്രയും ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങോ പിന്നെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈലോ അതുപോലെ തന്നെ IT ഓട്ടോമൊബൈലൊക്കെ പഠിച്ചവർ ഒന്ന് IELTS ഒക്കെ ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈഗ്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയ എത്തിപ്പെടുകയും നല്ല ഒരു വർക്കിൽ അവർക്ക് എത്തിപ്പെട്ട് അവരെ ലൈഫ് സെറ്റിൽ ചെയ്യാനും പറ്റും.